ദിനേശേട്ടാ എനിക്കൊരു സാധനം വേണം. എന്നാ വേണ്ടേ? മസാല ദോശയാ? ജിലേബി? പിന്നെന്താ? കുനാഫ ദിനേശേട്ടാ. എന്നാ സാധനം? അതൊരു അറബിക് സ്വീറ്റാ ദിനേശേട്ടാ. അല്ല അല്ല മലയാളത്തിലൊന്നും ഇങ്ങനത്തെ സാധനം വീടുകളൊന്നും വെക്കൂല. എനിക്ക് ഇപ്പൊ അത് കഴിക്കണോ? ഇനിയിപ്പോ ഈ രാത്രി പോയിട്ട് ഈ കുനാഫ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പൊ ശരി വാങ്ങാം. സുലു ഓ ഈ കിണ്ണത്തപ്പൊന്നുമല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. കിണ്ണത്തപ്പല്ല ദിനേശേട്ടാ, കുനാഫ കുനാഫ കുനാഫ. അപ്പോൾ എല്ലാവർക്കും കുറേ ദിവസത്തിന് ശേഷം ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ദിനേശ് ചേട്ടനോട് ചോദിച്ച പോലെ നമ്മളിന്ന് കുനാഫ ഉണ്ടാക്കാൻ പോവാണ്. ഓതൻറ്റിക് മെത്തേഡൊന്നല്ല, ഒരു തട്ടിക്കൂട്ട് കുനാഫ എന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കലാണ് പരിപാടി. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കുറുക്കി മാറ്റി വെക്കുക. 1 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ട് ഒന്നെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് എന്നിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ക്രീം ചീസ് വേണ്ടി അതിന് അൽമറായിൻ്റെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ക്യൂബ് എടുത്തിട്ട് ഈ പാലിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് ഒഴിച്ച് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ പാലിൻ്റെ മിക്സ് ചെയ്തതും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു തിക്നെസ് കിട്ടും. ഇനി അടുത്ത സ്റ്റോറി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡഫാണ്. അപ്പോൾ കടയിലേക്കും പോയി കഴിഞ്ഞാൽ ഡഫിന് ഭയങ്കര വിലയാണ്. ഏകദേശം 450 രൂപയോളം ഡഫിനുണ്ട്. അപ്പോൾ നമ്മൾ സാധാ വെർമസിൽ വെച്ചിട്ട് ഒരു പരീക്ഷണമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ വെർമസിൽ ഒന്ന് ആവിയിൽ ചൂടാക്കി എടുക്കുക ചെയ്തിട്ടുണ്ടായിട്ട്. അപ്പോൾ ഏകദേശം ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബട്ടർ എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഏത് ഇതിലാണോ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ പാനാണെങ്കിൽ നമ്മളൊരു സാധാ പാനിൽ നന്നായിട്ട് ബട്ടർ തേച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ഡഫ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പരത്തി സെറ്റ് ചെയ്യണം കേട്ടോ. താഴത്തേക്കൊന്നും ഒരു ഗ്യാപ്പില്ലാതെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ ഒരു പാത്രം വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് അമർത്തി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ ഫില്ലിങ്സ് ചേർക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മോസറല്ല ചീസും ഇട്ട് കൊടുക്കുക. മോസറല്ല ചീസ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം, കുറച്ച് ആവശ്യമുള്ളവർക്ക് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ഡഫ് ഒന്നും കൂടി മേലെ ഇട്ട് ഫില്ലാക്കി എടുക്കുക. എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാനിൽ വെച്ചിട്ട് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യേണ്ടത്. സ്റ്റൗ ടോപ്പിൽ ഫ്രൈ പാനിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുക. ചൂടാക്കിയൊരു സൈഡ് ആയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് നമ്മളിതിലേക്ക് തന്നെ ഇറക്കി കൊടുക്കുക. രണ്ടാമത്തെ സൈഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും ഫ്രൈ ആയിട്ട് നമ്മളെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം. ഞാൻ ഷുഗർ സിറപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഷുഗർ സിറപ്പ് ചേർത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ദിനേശ് ചേട്ടനോട് പറഞ്ഞ കുനാഫ സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്, ചിലപ്പോൾ ലോങ് ബ്രേക്ക് ആവട്ടെ, ഒന്ന് ക്ഷമിച്ചേക്കണേ.